ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ കഥകളൊക്കെ എല്ലാവരും കണ്ടു കാണില്ലേ. അപ്പോൾ നെയ്ച്ചോറിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മുട്ട ഉടച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെജിറ്റബിൾസുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് മുട്ടയും വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയിലുള്ള ഉപ്പും സോസുകളിലുള്ള ഉപ്പും അല്ലാതെ വേറെ ഉപ്പൊന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവ് തോന്നിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ നെയ്ച്ചോറിനെ നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വൈകിട്ടത്തെ ഭക്ഷണം അടിപൊളിയായി എല്ലാവരും കഴിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ്? അടിപൊളിയല്ലേ? അടുത്ത വീഡിയോയിൽ കാണാം.